നമുക്ക് രാവിലെ വൈക്കത്തമ്പലത്തിലേക്ക് പോവാം. വൈക്കത്തമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള എരിക്കിൻ്റെ പൂ അച്ഛൻ വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എരിക്ക്. ഇത് വൈക്കത്തമ്പലത്തിൽ കൊടുക്കുന്നൊരു പൂവാണിത്. യെസ്, ഇത് നമ്മുടെ പറമ്പിലുണ്ടായ ചെറിയ, ഇത് വൈക്കത്തമ്പലത്തിൽ കൊടുക്കാനല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പൈനാപ്പിൾ, യെസ്, കുഞ്ഞ് പൈനാപ്പിൾ. അപ്പോൾ അച്ഛൻ എരിക്കിൻ്റെ പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെത്തിപ്പൂ ഉണ്ടോ നോക്കാം, അതുകൂടി നോക്കിയിട്ട്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, കാരണം ആകാശമൊക്കെ ഉണ്ടല്ലേ, താഴെയൊക്കെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. പക്ഷേ ചെത്തിപ്പൂ ഇപ്പോൾ ഇച്ചിരി കുറവാണ്. നമുക്കുള്ളത് പറിച്ചെടുക്കാം, മുട്ടില്ലാത്ത നോക്കി കുറച്ച് പറിച്ചെടുക്കാം. വൈക്കത്തമ്പലത്തിലേക്ക് കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം. മഴ കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കാലാവസ്ഥ കണ്ടില്ലേ, മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ആക്ച്വലി കണ്ടില്ലേ, മൊത്തം മഞ്ഞ് മൂടി കിടക്കുക. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. നമ്മൾ ഫ്ലവറൊക്കെ ഒന്ന് അലങ്കരിച്ച് വെച്ചു. അതുകൊണ്ടല്ലേ നടുക്ക് എരിക്കിൻ്റെ പൂക്കളിട്ട്, എരിക്കിൻ്റെ പൂ കുറവായിരുന്നു, ബാക്കി ചെത്തിപ്പൂക്കെ വെച്ച് സെറ്റപ്പാക്കി. ഇത് പാളയുടെ പാത്രം, പാള. ഥാറിൽ തന്നെ പോകാവുന്ന റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലയിളപ്പറമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തലയിളപ്പറമ്പിലേക്കുള്ള റോഡാണിത്. ഇപ്പോൾ ഈ ഒരു ചുമന്ന പൂ കണ്ടില്ലേ, വാഗ എന്ന് ഇവിടെയൊക്കെ പറയണം, വാഗപ്പൂ. പല സ്ഥലങ്ങളിലും പല പേരാണ് അതിന്. അങ്ങനെ നമ്മൾ വൈക്കത്തമ്പലത്തിലെത്തി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മിറ്റാണ് വൈക്കത്തമ്പലത്തിൽ. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കി, വലിയ മിറ്റുള്ളൊരു അമ്പലമാണ്. ഇത് നമ്മുടെ നന്ദിക്കൊരു പൂട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നന്ദി പറയുന്നതാണ്, ഭഗവാൻ കേൾക്കുന്നതാണ് ഒരു ഐതിഹ്യം. അപ്പോൾ നമ്മൾ വൈക്കത്തമ്പലത്തിൻ്റെ മുറ്റത്താണിപ്പോൾ. നമുക്കിനി അകത്തേക്ക് കയറാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു, സീ യു, ബൈ ബൈ.